തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 21-ാം ദിനം. ഈ ക്രിസ്മസ് നാളിൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മ ദൈവദൂതൻ അറിഞ്ഞതിന് ശേഷം ചെയ്ത പ്രവൃത്തി എന്താണ്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ യൂദയായുടെ മലമ്പ്രദേശത്തു കൂടി തിടുക്കത്തിൽ നടന്നു പോകുന്ന ഒരു യുവതിയെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെ. പരിശുദ്ധ അമ്മ അങ്ങ് ദൂരെയുള്ള എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. ജീവിതത്തിൽ ദൈവാനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, നാം കാണുന്ന വ്യക്തികളിലേക്ക് ആ ദൈവമഹത്വം പ്രഖ്യാപിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം തിരുവചനത്തിൽ പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നാം ചിന്തിക്കണം, നാം എത്രമാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവമഹത്വം പങ്കുവയ്ക്കുന്നുണ്ടോ എന്ന്. അനുദിന ജീവിതത്തിൽ യേശുവിനെ പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മുടെ ദൗത്യം മറ്റുള്ളവരോട് യേശുവിനെ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അനുദിന ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ദൈവമഹത്വം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കണം. ദൈവാനുഭവം പങ്കുവെച്ചുകൊണ്ട് അനേകരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.